എത്രമാത്രം മനോഹരമായ വിശദീകരണമാണ് നൽകുന്നത്. വലിയ തൊഴിലാളിയായ പരുക്കനായ യജമാനന്റെ കീഴിൽ ജോലി ചെയ്യുന്ന കീഴിൽ ചെയ്യുന്നതായ തൊഴിലാളി ഒരു പാവപ്പെട്ട ദാസനില്ലയോ അടിമയില്ലയോ, അവനെ പോലെ വിനയത്തോടു കൂടി വേണം വാപ്പയോടും ഉമ്മയോടും പെരുമാറാൻ, അവരുടെ മുന്നിൽ നിലകൊള്ളാൻ, അവരോട് സംസാരിക്കാനെന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തുകയാണ്. തീർന്നില്ല. അഞ്ചാമതായി ഖുർആൻ നിനക്ക് നൽകുന്ന പ്രഖ്യാപനം പടച്ചറബിന്റെ വിധിയാണ്, അല്ലാഹുവിന്റെ വിധിയാണ്. നിന്റെ സംരക്ഷകനായ സർവാധിപതിയായ സർവലോക സൃഷ്ടിപ്പിൻ സംഹാരകർത്താവായ ഈ ലോകത്തുള്ള സർവ്വജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവനായ അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ചതാകുന്ന വിധിയാണ്. ഈ വിധിക്ക് മീതെ ഒരു വിധി പറയാൻ ലോകത്തൊരു ജഡ്ജിയില്ല, ലോകത്തൊരു സൃഷ്ടിക്കും സാധ്യമല്ല. കാരണം സൃഷ്ടാവായ അല്ലാഹുവിന്റെ വിധിയാണ്, അത് കൽപ്പനയാണ്, ശാസനയാണ്, അത് ജീവിതത്തിൽ കൊണ്ടു നടത്തൽ നിർബന്ധമാണ്. വാപ്പയ്ക്കും ഉമ്മയ്ക്കും നീ ദുആ ചെയ്തുകൊണ്ട് നിലകൊള്ളണേ. വഖുർ റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സഗീറാ. മാതാവിനും പിതാവിനും വേണ്ടി ഗുണം ചെയ്യണേ, അവർക്ക് വേണ്ടി ഖിദ്മത്ത് എടുക്കണേ എന്ന് പറയുക മാത്രമല്ല, 5 വഖത്ത് നമസ്കാരങ്ങൾക്ക് പിന്നിലും നീ മാതാവിനും പിതാവിനും ഗുണം ചെയ്യണേ, അവർക്ക് നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. അല്ലാഹുവേ, ചെറുപ്പത്തിൽ എന്നെ പരിപാലിച്ചതിന് വേണ്ടി അവർക്ക് അനുകൂലമായ നിലയിലുള്ള പരിപാലനം നീ നൽകണേ അല്ലാ. അവർക്ക് ഖൈർ കൊടുക്കണേ അല്ലാ, അവർക്ക് കരുണ ചൊരിയണേ നാഥാ എന്ന മക്കൾ ദുആ ചെയ്തുകൊണ്ട് നിലകൊള്ളണേ എന്ന് പരിശുദ്ധമായ ഖുർആൻ. ആരാണ് മുസ്ലിമേ ഈ കൽപ്പന ശ്രദ്ധിക്കുന്നത്? ഏത് സഹോദരനാണ് ഈ കൽപ്പനകൾ ശ്രദ്ധിച്ചിട്ടുള്ളത്? പ്രിയപ്പെട്ട പുകയൂർ ഒരുമിച്ച് കൂടിയ മുസ്ലിമേ, മുസ്ലിമത്തേ, മാതാപിതാക്കളെ ശാസിച്ചവരില്ലേ, അവരെ തൃണവൽഗണിച്ചവരില്ലേ, വാപ്പയോട് ശാസനയുടെ മുറകൾ പറഞ്ഞവരില്ലേ, ഭർത്താവിന്റെ വാപ്പ കിടന്ന് മൂത്രമൊഴിച്ചതിന്റെ പേരിൽ ആ ഭർത്താവിന്റെ ഉപ്പയോട് മോശമാകുന്ന വർത്തമാനം പറഞ്ഞ മരുമക്കളില്ലേ, വീടിന്റെ പുറത്തിറക്കി നിർത്തിയവരില്ലേ, സ്വന്തം ഉമ്മയെന്ന് കാണുന്നത് പോലെ ഭർത്താവിന്റെ ഉമ്മയെ കാണേണ്ടതിന് പകരം ആ മാതാവിനോട് തട്ടിക്കയറി സംസാരിച്ചവരില്ലേ, മോശപ്പെട്ട ചീത്തയുടെ വാക്കുകൾ പറഞ്ഞവരില്ലേ, എന്റെ ഭർത്താവ് കൊണ്ടുവരുന്ന ഭക്ഷണമല്ലേ നിങ്ങൾ കഴിക്കുന്നതെന്ന് പറഞ്ഞ് ഉമ്മയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ച മക്കളില്ലേ? നഊദു ബില്ലാഹ്. അല്ലാഹ് പറയുന്നു, ഒരു മോശമാകുന്ന വർത്തമാനം പറയരുതെന്ന് മാത്രമല്ല, കാരുണ്യത്തിന്റെ ചിറകുകൾ വിരിച്ചു കൊടുക്കുകയും അവർക്ക് എപ്പോഴും ഖിദ്മത്ത് എടുത്ത് നിലകൊള്ളുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിലകൊള്ളുകയും ചെയ്യണേ. അപ്പോഴാണ് യഥാർത്ഥ മുഅ്മിനാകുക, റബ്ബിന്റെ കൽപ്പനകളെ ശിരസാവഹിച്ചവനാകുക എന്ന് പരിശുദ്ധമായ ഖുർആൻ. എത്രയെത്ര ആളുകളാണ് മാതാപിതാക്കളെ തൃണവൽഗണിച്ചു പോയവർ. ഈ കൊച്ചു കേരളത്തിൽ 728 വൃദ്ധസദനങ്ങളുണ്ടത്രേ. നഊദു ബില്ലാഹ്. ഇന്ത്യ രാജ്യത്ത് 728 വൃദ്ധസദനങ്ങളാണ് ടോട്ടലായിട്ടുള്ളത്. അതിൽ തന്നെ 565 വൃദ്ധസദനങ്ങൾ നിലകൊള്ളുന്നതും ഈ കൊച്ചു കേരളത്തിലാണ്. നഊദു ബില്ലാഹ്. എന്താണ് വൃദ്ധസദനങ്ങൾ? മാതാപിതാക്കളെ കൊണ്ടുപോയി ചേർക്കുകയാണ്. LKG കുട്ടികളെ സ്കൂളിലേക്ക് ചേർക്കുന്നത് പോലെ മാതാപിതാക്കളെ മക്കള് കൊണ്ടുപോയി അഴിച്ചു വിടുകയാണ്, അവരെ കൊണ്ടുപോയി ചേർക്കുകയാണ്. അങ്ങനത്തെ വൃദ്ധസദനങ്ങൾ ആർക്കും വേണ്ടാത്ത 10,500 പരം മാതാപിതാക്കൾ ഈ കൊച്ചു കേരളത്തിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ഭാഗങ്ങളിലായി 565 വൃദ്ധസദനങ്ങളിലായി കെട്ടിക്കിടക്കുകയാണ്. ഇന്ത്യയിൽ ടോട്ടലായി 728 വൃദ്ധസദനങ്ങളാണുള്ളതെങ്കിൽ അതിൽ തന്നെ 565 നിലകൊള്ളുന്നത് സംസ്കാരത്തിന്റെ സമുന്നതമായ പദവി അലങ്കരിക്കുന്നവരെന്ന് അവകാശപ്പെടുന്ന ഈ കൊച്ചു കേരളത്തിലേതാകുന്ന ആളുകളാണെന്ന് പറയുമ്പോ, വിദ്യാഭ്യാസ വിദഗ്ധരെന്ന് അവകാശപ്പെടുന്ന ഈ കേരളത്തിലെ മക്കളാണ് എന്ന് പറയുമ്പോ, എത്രയോ മോശപ്പെട്ട അവസ്ഥയിലേക്ക് നമ്മുടെ തലമുറകൾ മാറിയിരിക്കുന്നു. 728 വൃദ്ധസദനങ്ങളാണ് ഇന്ത്യയിൽ ടോട്ടലായിട്ടുള്ളത്. അതിൽ 565 എവിടെയാണ്? കേരളത്തിൽ. ഓരോ ജില്ലയ്ക്കും അഭിമാനിക്കാം, 30-40 വീതമുണ്ട്. പറയുന്നില്ല, ഇവിടെ അടുത്ത സ്ഥലങ്ങളുണ്ട്, പറയാൻ പേടിയാണ്. കാരണം രാവിലെ വാപ്പായെ കൊണ്ട് അവിടെ കൊണ്ട് ആക്കും.
അങ്ങനത്തെ കൗമാണ്. ഇവിടെയല്ല കേട്ടോ, വേറെ ആൾക്കാർ. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ഞങ്ങൾക്കിടയിൽ ജീവിച്ചിരിക്കുന്നതായ സ്വഹാബി എങ്ങനെയാണ് അദ്ദേഹം സ്വർഗത്തിൽ കടന്നത്? റസൂലേ, ഖബർ കണ്ടിട്ടില്ല, മഹ്ശറ എത്തിയിട്ടില്ല, വിചാരണ നേരിട്ടിട്ടില്ല, സിറാത്ത് പാലം കടന്നിട്ടില്ല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബ, ഞാൻ കേട്ടിട്ട് വന്നവനാണ്, എന്നെ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? ജീവിതത്തിൽ ഒരു കളവ് പോലും പറയുകയോ ചിന്തിക്കുകയോ പോലും ചെയ്യാത്തതാകുന്ന അള്ളാഹുവിന്റെ റസൂല് സഹാബത്തിനോട് പറയുകയാണ്, സഹാബ, ഞാൻ എന്റെ കർണപുടം കൊണ്ട് കേട്ടതാണ് സഹാബ, വസമിഅതു ഫീഹാ ഖിറാഅത. ഹാരിസത്ത് ബിൻ നുഅ്മാൻ പരിശുദ്ധമായ ഖുർആൻ സ്വർഗ്ഗത്തിൽ ഇരുന്നുകൊണ്ട് പാരായണം ചെയ്യുന്നത് ഞാൻ എന്റെ കർണപുടം കൊണ്ട് കേൾക്കുകയും എന്താണ് അദ്ദേഹത്തിന് കിട്ടിയതാകുന്ന നേട്ടമെന്ന് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞതായ മറുപടി, അത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വഹുവ മിൻ അബരിന്നാസി ലിഉമ്മിഹി, സ്വന്തം ഉമ്മാക്ക് ഖിദ്മത്തെടുത്തതായ വ്യക്തിയാണ്. ഉമ്മയുടെ ജീവിതത്തിൽ നിലകൊണ്ടതായ വലിയ ഖിദ്മത്ത് കാഴ്ചവെച്ചുകൊണ്ട് നിലകൊണ്ടതായ സഹോദരനാണ്. അതുകൊണ്ട് കിട്ടിയ നേട്ടമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ ഈ സംഭവം പറയുമ്പോ മദീന പള്ളിയുടേതാകുന്ന ഒരു തൂണിന്റെ പിറകിലിരുന്നു കൊണ്ട് പൊട്ടിക്കരയുന്നു കഥാനായകനാകുന്ന ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ കടക്കാൻ, സ്വർഗത്തിലിരുന്നു കൊണ്ട് ഖുർആൻ ഓതുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇത് നമുക്കും ലഭിക്കും. എന്ത് വേണം? വാപ്പാക്കും ഉമ്മാക്കും ഖിദ്മത്ത് എടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വെറുതെ പറച്ചിൽ വന്നാൽ പോരാ, നമ്മുടെ ജീവിതത്തിൽ അതിനുള്ള അവസരങ്ങളുണ്ട്, ശരിക്കും ഉപയോഗപ്പെടുത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ശാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ ഏറ്റവും വലിയ ബുദ്ധിമാനാകുന്നത് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് എടുക്കുമ്പോഴാണ്. മരണപ്പെട്ട് കഴിഞ്ഞിട്ട് വ്യസനിക്കുമ്പോഴല്ല. പാപ്പയും ഉമ്മയും മരിച്ചുപോയി, അപ്പൊ കിടന്ന് കരയാൻ, അതോ മരണപ്പെട്ടു പോയി, അവർക്ക് വേണ്ട രീതിയിൽ ഖിദ്മത്ത് എടുക്കാൻ പറ്റിയില്ല, അതല്ല. ജീവിച്ചിരിക്കുമ്പോ നിന്റെ അടുക്കൽ എത്തിക്കുമ്പോ ആ സമയത്ത് ശരിക്കും ഉപയോഗപ്പെടുത്തിക്കോളാം. അപ്പായും ഉമ്മയും ജീവിച്ചിരിക്കുന്ന സമയം ശരിക്കും ഉപയോഗപ്പെടുത്തിൻ പ്രിയപ്പെട്ട മക്കളെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് വലിയൊരു അവസരമാണ്, സുവർണ അവസരമാണ്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരിമാരോടായി വളരെ സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്താൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനം, വാപ്പാക്കും ഉമ്മാക്കും ഖിദ്മത്ത് എടുക്കുന്നവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവൻ സ്വർഗത്തിൽ കടക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിന് ഖബറോ മഹ്ശറയോ ഒന്നും വേണ്ട. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ലോകത്തെ ഏറ്റവും വലിയ വിധി അള്ളാഹുവിന്റെ വിധിയാണ്, അവന്റെ കൽപ്പനയാണ്. അതിന്റെ മുകളിൽ മറ്റൊരു വിധികർത്താവില്ല. മനസ്സിലാക്കി. ഈ ദുനിയാവിൽ എന്തെങ്കിലും ഒരു വിഷയമുണ്ടായി, പ്രയാസമുണ്ടായി, ഒരു കേസ് ഫയൽ ചെയ്തു, കോടതി നമ്മൾ സമീപിക്കുന്നു, ജില്ലാ കോടതിയെ സമീപിക്കുന്നു, കേസ് അവിടുന്ന് നമുക്ക് അനുകൂലമല്ല, പ്രതികൂലമാണ്, നമ്മൾ അടുത്ത ഹൈക്കോടതിയിലേക്ക് കേസ് ഫയൽ ചെയ്യും. രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നിരവധിയാണ്. ഹൈക്കോടതിയിലും കേസ് തള്ളപ്പെട്ടു, നമ്മൾ വീണ്ടും സുപ്രീം കോടതിയിലേക്ക് പോകും. സുപ്രീം കോടതിയും തള്ളിയാൽ അവിടെ തന്നെ ഏകാംഗ ബെഞ്ചുണ്ട്, വിശാല ബെഞ്ചുണ്ട്. വീണ്ടും വീണ്ടും നമ്മൾ വീണ്ടും കേസ് ഫയൽ ചെയ്യും. അതിന്റെ മുകളിലും ആളുകളുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഷയത്തിൽ ഒരു വിധി പ്രഖ്യാപിച്ചാൽ അതിന്റെ മുകളിൽ വിധി പറയാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. മനസ്സിലാക്കി. ലോകത്തൊരാൾക്കും സാധ്യമല്ല. അള്ളാഹു ചില മർമ്മപ്രധാനമായ വിധികൾ പുറപ്പെടുവിച്ചു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ആയത്താണത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا
كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില വിധികൾ നടപ്പിലാക്കുകയാണ്, പഠിപ്പിക്കുകയാണ്. വഖളാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാ. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ച റബ്ബ് അവൻ ചില വിധികൾ ലോകത്ത് നടപ്പിൽ വരുത്തിയത്രേ. ഒന്നാമതായി അവൻ നടത്തിയതാകുന്ന വിധി അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാ. അല്ലാഹുവിനെയല്ലാതെ ലോകത്തൊരു മഖ്ലൂഖിനെയും ആരാധിക്കരുതേ. ആരാധന വേണ്ടത് അല്ലാഹുവിനോട് മാത്രമാണ്. ലോകത്ത് ഒരു സൃഷ്ടികളോടും ആരാധന പാടില്ല. സൃഷ്ടാവായ അല്ലാഹുവിനെ മാത്രമേ നമ്മൾ ആരാധിക്കാവുള്ളൂ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ആദരവും ബഹുമാനവും നമ്മൾ സുന്നികളാകുന്ന ആളുകൾ മറ്റുള്ളവർക്ക് കൂടി വകവെച്ച് നൽകുന്നുണ്ട്, നൽകേണ്ടവരുമാണ്. അമ്പിയാക്കളെ ആദരിക്കണം, ഔലിയാക്കളെ ആദരിക്കണം, മഹാന്മാരെ ആദരിക്കണം, മാതാപിതാക്കളെ ആദരിക്കണം, ബഹുമാനിക്കണം. അത് വേണ്ടതാണ്. അത് ഇസ്ലാമിന്റെ അടിസ്ഥാനവും അത് തന്നെയാണ്. തഅലീമു മാ അല്ലമഹുല്ലാഹ് വ തഹ്ഖീറു മാ ഹഖറഹുല്ലാഹ്. അല്ലാഹു ബഹുമാനിച്ച എല്ലാ വസ്തുക്കളെയും ബഹുമാനിക്കുക. അള്ളാഹു നിന്ദിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിന്ദിക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുള്ള സകല വസ്തുക്കളെയും നിന്ദിക്കുക. അതാണ് ഇസ്ലാമിന്റെ ബേസിക്, അടിസ്ഥാനപത. അതുകൊണ്ടാണല്ലോ അറിവുള്ളതാകുന്ന ആദം നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ സർവ്വ മലായികത്തുകളോടും അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതിന്റെ കാരണം അതാണ്. ആദരവും ബഹുമാനവും വകവെച്ച് നൽകേണ്ടവർക്ക് നമ്മൾ നൽകണം. ഉസ്താദുമാരെ ആദരിക്കണം, മുതഅല്ലിമീങ്ങൾക്ക് ആദരവ് നൽകണം, നമ്മളെക്കാൾ മുതിർന്ന ആളുകളെ ബഹുമാനിക്കണം, ആദരിക്കണം, നിർബന്ധമാണ്. അത് ബേസിക്കാൻ ഒരു മോമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവിഭാജ്യ ഘടകമാണ്, അത്യന്താപേക്ഷിതമാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്, അവന്റെ ജീവിത വിജയത്തിന്റെ നിദാനമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നോക്കൂ നിങ്ങൾ, ആദരവും ആരാധനയും രണ്ടും രണ്ടാണ്. നമ്മൾ അള്ളാഹുവിന്റെ ഔലിയാക്കളെ, മഹത്തുക്കളെ, അമ്പിയാക്കളെ ആദരിക്കുകയാണ്, ഒരിക്കലും ആരാധിക്കുകയല്ല. ആരാധന പാടില്ല, ആരാധന നമ്മൾ ചെയ്യുന്നുമില്ല. അതുകൊണ്ടാണ് ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ നമ്മുടെ സമുന്നതരായ സമസ്തയുടെ പണ്ഡിതന്മാർ, ഉസ്താദുമാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയ വസ്തുതയാണ്, സുജൂദ് ചെയ്യരുത്, ഖബറിങ്കൽ സുജൂദ് ചെയ്യരുത്. അത് ആരാധനയുടെ ഭാഗമാണ്. ചില സ്ഥലങ്ങളിൽ ഉത്തരേന്ത്യയിലേക്ക് നമ്മൾ സിയാറത്ത് ചെയ്യുമ്പോൾ ചില ആളുകൾ ചെയ്യുന്നത് കാണാം. അത് കണ്ടിട്ട് നമ്മുടെയും കേരളീയ സമൂഹം, വിവരമുള്ള ആളുകൾ തന്നെ, സ്ത്രീകളും പുരുഷന്മാരും പോയി ഖബറിങ്കൽ പോയി സുജൂദ് ചെയ്യും. പാടില്ല, അത് നിഷിദ്ധമാണ്, അത് ഹറാമാണ്. അള്ളാഹുവിന്റെ മുന്നിൽ മാത്രമേ സാഷ്ടാംഗം ചെയ്യാൻ പറ്റുള്ളൂ. ലാ യസ്ജുദു ലി അഹദിൻ അഹദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യാൻ പാടില്ല. ഇനി അങ്ങനെ ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ഭർത്താവിന്റെ മുന്നിൽ ഭാര്യ സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുമായിരുന്നു എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ല അമർതുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹാ. ഭാര്യ ഭർത്താവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പാടില്ല. അങ്ങനെ കൽപ്പിക്കുമായിരുന്നെങ്കിൽ, ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നെങ്കിൽ ഭാര്യയോട് ഭർത്താവിന് സുജൂദ് ചെയ്യാൻ ഞാൻ പറഞ്ഞേനെ. അത്രയേറെ കടമകളും കർത്തവ്യങ്ങളും ഭാര്യയ്ക്ക് ഭർത്താവിനോടുണ്ടെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. പറഞ്ഞാൽ ബഹുമാന ആദരവുകൾ കൂടുതൽ വകവെച്ചു കൊടുക്കണം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഭാര്യയ്ക്ക് സുജൂദ് ചെയ്യാൻ പാടില്ല. ഇവിടെ എന്തിനാ ഞാനിത് പറഞ്ഞത്? ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യാൻ പാടില്ല. നാം സൃഷ്ടികളാണ്, അമ്പിയാക്കളും ഔലിയാക്കളും സൃഷ്ടികളാണ്, അവരുടെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കണം നമ്മൾ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മൾ സുന്നികളാണ്, പല വിഷയങ്ങളിലും ശ്രദ്ധ ചെലുത്തേണ്ടവരാണ്, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടവരാണ്. ചിലപ്പോൾ നമ്മൾ ഖബറിങ്കിൽ പോയി ഖബറിനെ ചുംബിക്കുന്നവരുണ്ടാകും. പുരുഷന്മാർ പലരും പോയി ഖബർ ചുംബിക്കും. അത് അനുവദനീയമാണ്. ഖബർ ചുംബിക്കൽ അനുവദനീയമാണ്.
പക്ഷെ ആ ചുംബനം നടക്കുമ്പോൾ നെറ്റി വെച്ചിട്ട് സുജൂദായി പോകാൻ പാടില്ല. ഒരു സുന്നത്തെടുക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു അനുവദനീയമായ കാര്യമെടുക്കാൻ പോകുമ്പോൾ അത് നിഷിദ്ധമായതിലേക്ക് പോകരുത്. ഇനി അതല്ല, നമ്മൾ പോയി ചുംബനം കൊടുക്കുകയാണ്, പുറകിൽ നിന്ന് ഒരാൾ നോക്കുമ്പോൾ അയാൾക്കൊരു സുജൂദ് പോലെ ആയിട്ട് തോന്നുകയാണ് എങ്കിൽ നമ്മളെ വലിയ സംഭവമായിട്ട് കാണുന്ന പുറകിൽ നിൽക്കുന്ന വ്യക്തി തെറ്റിദ്ധരിക്കാതിരിക്കാൻ അത് ഒഴിവാക്കലാണ് നല്ലത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ നേരെ പോയി ഒരു ഖബറിന്റെ മുന്നിൽ പോയി ഇങ്ങനെ ചുംബനം നൽകാൻ, എന്റെ പിറകിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. അപ്പൊ അയാൾ നോക്കിയപ്പോൾ മനസ്സിലായി എന്താണ്, അയാളെ തെറ്റിദ്ധരിച്ചു. എന്ത് അത് ചിലപ്പോ എന്താകും, സുജൂദ് ചെയ്താണ്, ഉസ്താദ് സുജൂദ് ചെയ്തു. അപ്പൊ അയാൾക്ക് സുജൂദ് ചെയ്യാമെന്നൊരു തെറ്റിദ്ധാരണ മനസ്സിൽ വരികയാണ്. അങ്ങനെ വരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അത് ഒഴിവാക്കലാണ് നല്ലത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ വരെയുണ്ട്. സൂക്ഷ്മതയ്ക്ക് വളരെ സംശയാസ്പദമാകുന്ന സാഹചര്യങ്ങൾ അത് ഒഴിവാക്കി പോകലാണ് നല്ലത്. ഞാനിത് പറയുന്നത് എന്തിനാണ്? നമ്മൾ സുന്നികളാണ്, വളരെയേറെ ജാഗ്രത പുലർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ ആദരവും ആരാധനയും രണ്ടും രണ്ടാണ്. നമ്മൾ അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നത്. അള്ളാഹു പറയുന്നു, അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ, അള്ളാഹുവിനെ അല്ലാതെ വേറൊരു മഖ്ലൂഖിനെയും നിങ്ങൾ ആരാധിക്കരുത്. നമ്മൾ അങ്ങനെ തന്നെയാണ് പോകുന്നത്. അള്ളാഹു നമുക്കൊക്കെ ഈമാൻ സലാമത്താക്കുമാറാവട്ടെ. എന്നിട്ട് അള്ളാഹു പറയാണ്, ശരിക്കും ശ്രദ്ധിക്കണേ, രണ്ടാമതായി അള്ളാഹു പറയുന്നു, കൽപ്പനയാണ്, അള്ളാഹുവിന്റെ വിധിയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വിധിക്ക് മീതെ ഇതിന്റെ മുകളിൽ ഒരു വിധി പറയാൻ ലോകത്താർക്കും സാധ്യമല്ല. അള്ളാഹു വിധിച്ചു. നമ്മളിനി എവിടെ പോയിട്ട് ഇതിന്റെ മുകളിൽ ഒരു വിധി ഒന്ന് നടപ്പിലാക്കി കൊണ്ടുവരാൻ പറ്റൂല. ഇത് ചെയ്തേ പറ്റൂ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അള്ളാഹുവിനെ ആരാധിച്ചേ പറ്റൂ. രണ്ട്, വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാവിനും പിതാവിനും നീ ഗുണം ചെയ്യണേ. നിർബന്ധമാണ്, നിർബന്ധമാണ്. പ്രായാധിക്യമാകുന്ന സമയത്ത് നിന്റെ വാപ്പയോ ഉമ്മയോ രണ്ടു പേരിൽ ഒരാളെയോ രണ്ടാളുകളെയും നീ എത്തിച്ചാലും ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, അവരോട് മോശമായ ഒരു വാക്ക് പോലും, ചെയ്യുന്ന ഒരു വാക്ക് പോലും പറഞ്ഞുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കരുതേ. പരിശുദ്ധമായ ഖുർആൻ, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്. വാപ്പയോ ഉമ്മയോ രണ്ടിൽ ഒരാളെയോ അതല്ല രണ്ടു പേരെയും ഒരുമിച്ച് നിന്റെ അടുക്കൽ എത്തിച്ചാൽ മക്കളെ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. ഫലാ തഖുൽ ലഹുമാ ഉഫ്, ചെയ്യുന്ന ഒരു വാക്ക് പോലും പറഞ്ഞുകൊണ്ട് അവരെ പ്രയാസപ്പെടുത്തരുതേ എന്ന് പരിശുദ്ധമായ ഖുർആൻ. ഒരു വാക്ക് കൊണ്ട് പോലും വാപ്പയും ഉമ്മയും വേദനിപ്പിക്കരുത്, അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ ചെയ്യുന്ന ഒരു പദം പറയലല്ല. ചിലപ്പോ അത് പറയലുണ്ടാവൂല, അതിനേക്കാൾ മുകളിൽ പറഞ്ഞവരുണ്ടാവും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്താണ് ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, ചെയ്യുന്ന ഒരു വാക്ക് പോലും നിന്റെ വാപ്പയോടും ഉമ്മയോടും പറയരുത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? നിന്റെ വാപ്പയോ ഉമ്മയോ രണ്ടുപേരിൽ ഒരാളെയോ സുഖമില്ലാതെ നിന്റെ അടുക്കൽ എത്തിക്കുകയും അവർ കിടക്കുന്നതായ കിടക്കയിൽ കിടന്നുകൊണ്ട് മലമൂത്ര വിസർജനം നടത്തുന്ന വേളയിൽ അവരുടേതാകുന്ന പിൻദ്വാരത്തിലൂടെ മുൻദ്വാരത്തിലൂടെ മാലിന്യങ്ങൾ പുറത്തേക്ക് പുറന്തള്ളപ്പെടുമ്പോ ഒരു ഇടത് കൈയിൽ ഒരു പഴന്തുണി ചുറ്റിക്കൊണ്ട് ആ മാലിന്യം ബെഡിൽ നിന്നൊരു പ്ലേറ്റിലേക്ക് നീ വടിച്ചെടുക്കുന്ന സന്ദർഭത്തിൽ ദിവസങ്ങളായി വയറ്റിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യം പുറത്തേക്ക് പുറന്തള്ളുമ്പോഴുണ്ടാകുന്ന ദുർഗന്ധത്തിന്റെ നിമിത്തം കാരണം നിന്റെ മുഖമങ്ങാണമെന്ന് ചുളിച്ചു പോയാൽ ചെയ്യുന്ന വാക്കിനേക്കാൾ വലിയ കുറ്റമാണ് നീ ചെയ്തത് എന്ന് ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എന്താ പറഞ്ഞത്? സുഖമില്ലാതിരിക്കുന്ന വാപ്പയും ഉമ്മയും നീ ശുശ്രൂഷിക്കാൻ. ഹോം നേഴ്സൊന്നുമില്ല, നീ തന്നെയാണ് നോക്കുന്നത്. കൂലിയെല്ലാം കിട്ടാൻ വേണ്ടി നീ തന്നെ ചെയ്യാൻ, ഒരാളെയും നിർത്തുന്നൊന്നുമില്ല, നീ തന്നെ ഒറ്റയ്ക്ക് ചെയ്യാൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വലിയൊരു കൂലി കിട്ടുന്ന കാര്യമാണ്. അങ്ങനെ ഒരു കയ്യുറയൊക്കെ ഇട്ട്
മാലിന്യം ഇങ്ങനെ ദിവസങ്ങളായി വയറൊഴിഞ്ഞു കൊടുത്ത് വയറ്റിൽ കെട്ടിക്കിടക്കാൻ പലതും കൊടുത്തു, ഗുളിക കൊടുത്തിട്ടൊന്നും പുറത്തു വരുന്നില്ല. അവസാനം കഠിന പരിശ്രമത്തിനൊടുവിൽ 3 ദിവസമായി കഴിച്ച ആഹാരം പുറത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദുർഗന്ധമുണ്ട്, വല്ലാത്തൊരു ദുർഗന്ധമാണ്. ആ ദുർഗന്ധ നിമിത്തമായിട്ട് നീ ആ പ്ലേറ്റിൽ ഇങ്ങനെ വടിച്ച് എടുക്കുമ്പോ, വേസ്റ്റ് ബക്കറ്റിലേക്ക് വടിച്ചെടുക്കുമ്പോ ദുർഗന്ധം കാരണമായിട്ട് നിന്റെ മുഖമൊന്ന് ജസ്റ്റ് ഒന്ന് ചുളിച്ചുപോയി. ഇന്നിങ്ങനെ വന്നു പോയാൽ തന്നെ വാപ്പയോടും ഉമ്മയോടും കാണിച്ച ഏറ്റവും വലിയ ക്രൂരതയാണ്, ഈ വലിയ കുറ്റകൃത്യം ചെയ്തവനാണെന്ന് ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതൊക്കെ ഭയങ്കര വാക്കാണ് പറഞ്ഞത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ എത്രമാത്രം മോശപ്പെട്ട വാക്കുകൾ അവരോട് പറഞ്ഞവരാണ്. ഈ ഇരിക്കുന്ന ഓരോരുത്തരും, ഞാനടക്കം നമ്മൾ ഓരോരുത്തരും എത്രയെത്ര വാക്കുകൾ പറഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹു പുറത്തു നൽകി അനുഗ്രഹിക്കട്ടെ. അനാവശ്യ വാക്കുകൾ സംസാരിച്ചവരില്ലേ? ഖുർആൻ പറയുന്നു, ഫലാ തഖുൽ ലഹുമാ ഉഫ്, ഛേ എന്നൊരു വാക്ക് പോലും പറയരുതെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ്. സുബ്ഹാനല്ലാഹ്. ഒരു വാക്കുകൊണ്ട് പോലും വാപ്പയും ഉമ്മയും നോവിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. 2002 മുതൽ 2007 വരെ ഇന്ത്യയെ നയിച്ചിരുന്നതായ വലിയ സമുന്നതനായ വ്യക്തിത്വമായിരുന്നു, ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്നു, നമുക്കെല്ലാവർക്കും അറിയാം, ഡോക്ടർ APJ അബ്ദുൽ കലാം. അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം അദ്ദേഹം കുറിച്ചു വെക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ രാമേശ്വരം എന്ന് പറയുന്നതാകുന്ന പ്രദേശം, ഒരു ചെറിയ കുഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. വാപ്പയുടെ പേര് സൈനുൽ ആബിദീൻ, ഉമ്മയുടെ പേര് ആഷിയ ഉമ്മ. അദ്ദേഹം എഴുതുകയാണ്, വളരെ ദാരിദ്ര്യം, നമ്മളിൽ പലരും ഉള്ളതുപോലെ തന്നെ വളരെ ദാരിദ്ര്യവും പ്രയാസത്തിലുമാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം പറയുന്നു, എനിക്ക് ചെറിയ പ്രായം, 13 വയസ്സെത്തിയ സമയം, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നതാകുന്ന സമയവും സന്ദർഭവും എത്തിയപ്പോൾ തന്നെ പത്രമിടാൻ വേണ്ടി ഞാൻ ഉദ്ദേശിച്ചു. ഒരു സൈക്കിളിൽ എല്ലാ ദിവസവും പോയി പത്രമിട്ട് കിട്ടുന്നതാകുന്ന കാശ് കൊണ്ടാണ് പിന്നെ ഞാൻ എൻ്റെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോയത്. അതിൽ നിന്ന് അല്പം പൈസ കൊണ്ടുവന്ന് ഉമ്മയുടെ കൈവശം ഏൽപ്പിക്കും. അങ്ങനെ വീട്ടിലെ കാര്യങ്ങൾ മുന്നോട്ട് പോവാൻ വളരെ ദാരിദ്ര്യത്തിൽ അമർന്നു നിൽക്കുന്ന സമയം, പട്ടിണിയാണ് ഞങ്ങളുടെ മുഖമുദ്ര. ഒരു ദിവസം അത്താഴ സമയം രാത്രിയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിലകൊള്ളുമ്പോൾ വീട്ടിൽ കഴിക്കാനുള്ളത് ചപ്പാത്തിയും പട്ടാണിക്കടലയുമാണ്. എനിക്കും വാപ്പയ്ക്കും കൊണ്ടുവന്ന് ചപ്പാത്തിയും പട്ടാണിക്കടലയും ഉമ്മ നൽകി. ഞാനും വാപ്പയും ഒരുമിച്ചിരുന്നാണ് എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കാറുള്ളത്. ചപ്പാത്തി ഇങ്ങനെ മുറിച്ചെടുത്തു, പട്ടാണിക്കടലയിൽ മുക്കി ഞാൻ എൻ്റെ വായിലേക്ക് വെച്ചതേയുള്ളൂ. ഞാൻ വേഗം തുപ്പിക്കളഞ്ഞു. അതികഠിനമായ ഉപ്പാണ്. ശക്തിയായ ഉപ്പ് കാരണം എനിക്കത് കഴിക്കാൻ സാധിച്ചില്ല. ഞാൻ വേഗം കാർക്കിച്ച് തുപ്പിയിട്ട് ഉമ്മയോട് വല്ലാതെ ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിച്ചു, ഉമ്മ എന്താണ് ഈ കറി? കറിക്ക് ഭയങ്കര ഉപ്പാണല്ലോ. സ്വാഭാവികമായിട്ട് നമ്മുടെയൊക്കെ വീട്ടിലുകളിൽ ഉയരുന്ന ഒരു ശബ്ദം ആ വീട്ടിലെ മലയൊലി കൊണ്ടു. ഞാൻ നോക്കുമ്പോൾ വാപ്പ ഒന്നും ശ്രദ്ധിക്കാതെ കുനിഞ്ഞിരുന്നിട്ട് ചപ്പാത്തി ഇങ്ങനെ മുക്കുന്നു, കറിയിൽ മുക്കുന്നു, റാഹത്തായി കഴിക്കുന്നു. എന്റെ ഈ ചോദ്യമോ അതിന്റെ ഉത്തരമോ ഒന്നും നൽകാൻ ഉമ്മയും കൂസാകുന്നില്ല, വാപ്പയും മൈൻഡ് ചെയ്യുന്നില്ല. ഉമ്മ വല്ലാതെ പേടിച്ചകത്ത് നിൽപ്പുണ്ട്. ഞാൻ വീണ്ടും ഒച്ചത്തിൽ ചോദിച്ചു, എന്താ ഉമ്മ? കറിക്ക് ഭയങ്കര ഉപ്പാണല്ലോ, നിങ്ങൾ എന്താണ് ഇത് ശ്രദ്ധിക്കാതൊക്കെ വെക്കുന്നത്? കലാമ പറയുന്നു, അങ്ങനെ ചോദിക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. കാരണം ഞാനും കൂടി സമ്പാദിച്ചിട്ടാണ് ഇപ്പോ ഈ ചപ്പാത്തിയും ഈ പട്ടാണിക്കടലയും ഒക്കെ തീന്മേശയിലേക്ക് വന്നത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മലപ്പുറം ജില്ലയിലെ പുകയൂരിൽ ഒരുമിച്ച് കൂടിയ മുസ്ലിം സഹോദരങ്ങളോട്, ഉപ്പമാരോട് ഉമ്മമാരോട് സ്നേഹത്തോടുകൂടി പറയുന്നു, നമ്മളിൽ പലരുടെയും ആശ മക്കൾ വലുതായി അവരുടെ സമ്പാദ്യം കൊണ്ട് കഴിയാനാണ് എങ്കിൽ അത് ഇക്കാലഘട്ടത്തിൽ ഒരിക്കലും ആഗ്രഹിക്കരുത്. കാരണം മക്കൾ മുഖേന നമുക്ക് ഒരു നേരത്തെ ആഹാരം കഴിക്കേണ്ടി വന്നാൽ മക്കൾ കണക്ക് രേഖപ്പെടുത്തും. നമ്മളോട് തറുതല പറയാനും ഒച്ചയിടാനും ബഹുമാന ആദരവുകൾ കുറയാനും അത് കാരണമായി തീരും. ഇന്നിന്റെ മക്കൾ അതാണ് തീരുന്നത്.
കലാമു പറയുന്നു, അന്ന് എനിക്ക് 13 വയസ്സാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയോട് വല്ലാതെ ദേഷ്യപ്പെട്ടു. രണ്ടാമത്തെ പ്രാവശ്യവും ശബ്ദിച്ചപ്പോൾ എൻ്റെ വാപ്പ എന്നോട് പറഞ്ഞു, മിണ്ടാതെ, കത്താതെ, തമിഴ്നാട് ഭാഷയാണ്, കത്താതെ അടങ്ങിയിരിക്കും. ഞാൻ പിന്നെ അനങ്ങിയില്ല, മിണ്ടാതിരുന്നു. കലാം പറയും, ഞാൻ നോക്കുമ്പോ എൻ്റെ വാപ്പ നല്ല റായത്തായി കഴിക്കുന്നുണ്ട്, ഒരു പ്രശ്നമില്ലാത്തതുപോലെ. അപ്പൊ ഞാൻ മനസ്സിലാക്കി, വാപ്പയുടെ ചപ്പാത്തിക്ക് അല്ലെങ്കിൽ കറിക്കൊന്നും പ്രശ്നം ഉണ്ടാവൂല, അതായിരിക്കും വാപ്പാക്ക് സ്പെഷ്യലായിരിക്കും. നമുക്കാണ് ഇടങ്ങേറ് പിടിക്കാൻ നല്ല ഉപ്പുള്ളത് എന്ന് മനസ്സിലാക്കി ഞാൻ വതുക്കെ വാപ്പയുടെ ഒരു ചപ്പാത്തിയുടെ ഒരു ഭാഗം കീറിയെടുത്ത് നോക്കിയപ്പോ നല്ല ഉപ്പുണ്ട്. ഇനി കറിക്കാണെന്നറിയാൻ വേണ്ടി വാപ്പയുടെ കറിയിൽ തന്നെ നോക്കി, അപ്പോഴും അതിനേക്കാൾ ഉപ്പാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി, സെയിം ഹാലാണ്, എന്നെ പോലെയുള്ള അവസ്ഥ തന്നെയാണ് വാപ്പാക്കും. വാപ്പ പിന്നെ അടങ്ങാതിരിക്കുന്ന അങ്ങനെയാണല്ലോ. ചില സമയത്ത് വാപ്പമാര് വളരെ സന്തോഷകരമായ ജീവിതം നയിക്കുന്ന അവസ്ഥയിലേക്ക് അവർ എത്തിപ്പെടും, ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കൂല. സാധാരണ രീതിയിൽ വാപ്പമാരൻ എന്ത് ചെയ്യല്, മക്കളോടൊപ്പം ചേർന്ന് നിന്നിട്ട് പറയും, ശരിയാണല്ലോ, ഭയങ്കര ഉപ്പ്, അല്ലെ തന്നെ നിന്നെ കെട്ടിക്കൊണ്ട് വന്നപ്പോഴേ തുടങ്ങിയതാണ് ഈ ഉപ്പിന്റെ പരിപാടി എന്ന് പറഞ്ഞ് വേണേ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി അവിടെ ആകെ ഒരു നീരസം ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഇവിടെ വാപ്പ സപ്പോർട്ട് ചെയ്യുന്നില്ല. കലാം പറയുന്നു, ഞാൻ ഒറ്റപ്പെടുകയാണ്. ഞാൻ പിന്നെ ഒന്നും വേണ്ടിയില്ല. ഞാൻ ഉമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു ചപ്പാത്തി കൂടി എക്സ്ട്രാ വാങ്ങിച്ച്, 2 ചപ്പാത്തി ഞാൻ ആകെ ഇട്ടത്, ഒരെണ്ണം കൂടി വാങ്ങിച്ച് ഉമ്മയെ ഒന്ന് സന്തോഷിപ്പിച്ചോട്ടെ, പ്രശ്നമൊന്നും ഇല്ലാന്ന് അറിയിക്കാൻ ഒരെണ്ണം കൂടി വാങ്ങിച്ചിട്ട് ആ ഉപ്പുള്ള ചപ്പാത്തിയും പട്ടാണിക്കടലയും കൂട്ടി ഭക്ഷണം കഴിച്ചു. അന്ന് 13 വയസ്സുള്ള ഞാനാണ് വീട്ടിലെ പാത്രങ്ങളെല്ലാം കഴുകുന്നത്. അദ്ദേഹം പറയാൻ, ഇരിക്കുന്ന ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ? നമുക്കിടയിലുണ്ടല്ലോ 10 വയസ്സും 15 വയസ്സും 20 വയസ്സും 25 വയസ്സുള്ളവരൊക്കെ. കഴിച്ച പ്ലേറ്റ്, അതിലേക്ക് ആ കഴിച്ചതിന് ശേഷം തീന്മേശയിലേക്ക് ഇട്ട വേസ്റ്റ് പോലും ഒന്ന് എടുത്തു വെക്കാൻ പോലും മടിക്കാതെ മടിച്ചിട്ട് പോകുന്ന ആളുകളാണ് നമുക്കിടയിലുള്ളത്. ആ പാത്രം കൊണ്ടുപോയി എടുത്ത് നേരെ അടുക്കളയിൽ വെക്കുന്ന ആളുകൾ വളരെ കുറവാണ്. അതിനുശേഷം വീണ്ടും കഴുകി വെക്കുന്നവർ വളരെ കുറവാണ്. കലാം പറയുന്നു, എന്റെ പാത്രം മാത്രമല്ല, വാപ്പയുടെ, ഉമ്മയുടെ, വീട്ടിലുള്ളവരുടെ എല്ലാവരുടെയും ഉമ്മ പാചകം ചെയ്ത പാത്രങ്ങൾ ഉൾപ്പെടെ പരിപൂർണമായി എല്ലാ ദിവസവും രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് കഴുകി വെക്കുന്ന ചുമതല എനിക്കാണ്. ചെറുപ്പം മുതലേ എന്റെ ശീലമാണ്. അങ്ങനെ എല്ലാ പാത്രങ്ങളും ഞാൻ കഴുകി വൃത്തിയാക്കി ഉറങ്ങാൻ വേണ്ടി പോകുമ്പോൾ വാപ്പ കട്ടില് നല്ലതുപോലെ വിരിപ്പൊക്കെ തട്ടിക്കുടഞ്ഞിട്ട് ഉറങ്ങാനുള്ള പരിപാടിയിലാണ്. ഞാൻ വാപ്പയുടെ റൂമിലേക്ക് കയറി ചെന്നു. വാപ്പയോട് ചോദിച്ചു, വാപ്പ കറിക്ക് നല്ല ഉപ്പായിരുന്നല്ലോ, പിന്നെന്താണ് നിങ്ങൾ ഒന്നും മിണ്ടാതിരുന്നത്? ചപ്പാത്തിക്കും കറിക്കും ഒക്കെ നല്ല ഉപ്പുണ്ടായിരുന്നു, നിങ്ങൾ എന്താ ഒന്നും പ്രതികരിക്കാതിരുന്നത്? വാപ്പ ഒന്നും മിണ്ടുന്നില്ല. ഞാൻ വീണ്ടും അല്പം ശബ്ദം കൂടി ഉയർത്തി ചോദിച്ചു, എന്താ വാപ്പ, എന്തു പറ്റി? കറിക്ക് നല്ല ഉപ്പുണ്ടായിരുന്നല്ലോ, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അത് മിണ്ടാതിരുന്നു? ഒരു പ്രയാസപ്പെടുത്തുന്ന ഒരു വർത്തമാനം പോലും പറഞ്ഞില്ലല്ലോ, ഇവൻ പറഞ്ഞത് ശരിയാണെന്ന് പോലും പറഞ്ഞില്ല. എനിക്കത് വല്ലാത്ത വിഷമം ഉണ്ടാക്കി എന്ന് പറഞ്ഞപ്പോ കലാം പറയുന്നു, വാപ്പ കട്ടിൽമേൽ ഇരുന്നു, എന്നെ കട്ടിൽമേൽ ചേർത്ത് പിടിച്ചു, എന്റെ തോളത്തേക്ക് ഇങ്ങനെ കൈയിട്ട് വാപ്പയുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, സൈനുൽ ആബിദീൻ എന്നെ പ്രിയപ്പെട്ട ഉപ്പ. കലാം അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ രേഖപ്പെടുത്തുകയാണ്, പൊന്നുമോനെ, ഈ വീടിന്റെ വിളക്ക് മാടമാണ് നിന്റെ പ്രിയപ്പെട്ട ഉമ്മ ആസിയ ഉമ്മ. രാവിലെ നീ 5:30 മണിക്ക് പത്രമിടാൻ വേണ്ടി എഴുന്നേൽക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് തന്നെ എഴുന്നേറ്റ് 4 മണിക്ക് എഴുന്നേറ്റ് വീടിന്റെ വിളക്ക് തെളിക്കുന്നത് അവളാണ്. നീ പോകുന്ന സന്ദർഭത്തിൽ നിനക്ക് വേണ്ടുന്ന ചായയും പലഹാരവും ഒക്കെ ഉണ്ടാക്കി നൽകി നിന്റെ കൈകളിലേക്ക് കൊണ്ടുവന്ന് വെച്ചു തരുന്നതും അവളാണ്. ഇന്ന് വരെ ഒരു തടസ്സമുണ്ടായിട്ടില്ല. ഇന്ന് വരെ ഒരു കറിക്കോ ഇന്ന് വരെ ഒരു സാധനത്തിനോ ഒരല്പം ഉപ്പോ എരിവോ വിഷയങ്ങളോ ഇതുവരെ ഉണ്ടായിട്ടില്ല. പകല് മുഴുവനും ജോലി തിരക്കുകളിലും പ്രയാസങ്ങളിലും അകപ്പെട്ട് രാവിലത്തെ ഭക്ഷണം കഴിയുമ്പോൾ ഉച്ചക്കത്തെ ഭക്ഷണം, ഉച്ചക്കത്തത് കഴിയുമ്പോൾ രാത്രിയിലത്തെ ഭക്ഷണം, ഇങ്ങനെ അടുക്കളയിൽ തന്നെ നീറുന്ന പുകയുടെ മണവും ശ്വസിച്ച് അതികഠിനമാകുന്ന ചൂടിൽ വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിലകൊള്ളുന്ന പ്രിയപ്പെട്ട മാതാവ്, ആ പ്രിയപ്പെട്ട ഉമ്മാക്ക് കയ്യബദ്ധം പറ്റിയിട്ട് ഒരുപക്ഷെ രണ്ടാമതും അല്പം ഒരു ഉപ്പ് പോയിട്ടുണ്ടാവും. ഒരു വട്ടം ഇട്ടത് മറന്നിട്ടുണ്ടാവാം, രണ്ടാമതും ഇട്ടിട്ടുണ്ടാകാം. ആ ഉമ്മയെ ഞാൻ വഴക്ക് പറയണോ? എല്ലാ ദിവസവും നമ്മളെല്ലാവരും ഉറങ്ങും, ഇപ്പൊ നീയും ഉറങ്ങാൻ പോവാൻ.
ഇപ്പോഴും നിന്റെ ഉമ്മ ഉറങ്ങിയിട്ടില്ല. ഏറ്റവും ലാസ്റ്റ് വീട്ടിൽ എന്തെങ്കിലും ഉള്ളത് കഴിക്കുന്നത് ഉമ്മയാണ്. ഒന്നുമില്ലെങ്കിലും കറിച്ചട്ടി വടിച്ചിട്ടത് കഴുകി വെക്കാൻ മടിക്കാതെ വളരെ സന്തോഷത്തിൽ നിലകൊള്ളുന്ന, ആരോടും പരിഭവമില്ലാത്ത ഉമ്മയാണ് നിന്റെ ഉമ്മ. അതുകൊണ്ട് ആ ഉമ്മയെ ഞാൻ വഴക്കു പറയണോ? അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് സംഭവിച്ചു പോയൊരു തെറ്റിൽ ഇത്രത്തോളം വേദനിപ്പിക്കണോ? മോൻ പറയുന്നെന്ന് പറയും. കലാം പറയുന്നു, എന്റെ മനസ്സ് വല്ലാതെ തിങ്ങി നിറഞ്ഞു, വിഷമിച്ചു. ഞാൻ ആ വാപ്പയുടെ നെഞ്ചിലേക്ക് ചാരിക്കടന്നു, പൊട്ടി പൊട്ടി കരയുകയാണ്. അപ്പയോട് പറഞ്ഞു, അപ്പ ഉമ്മയൊന്നും പറയണ്ട, ഉമ്മയൊന്നും പ്രയാസപ്പെടുത്തുന്ന ഒരു വാക്കുപോലും പറയണ്ട, ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കണ്ട, ഉമ്മയെ വിഷമിപ്പിക്കണ്ട എന്ന് പറയാണ്. കലാം പറയുന്നു, ആ നെഞ്ചിലെ ചൂട് എന്റെ ഹൃദയത്തിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ ഈ പുസ്തകം എഴുതുമ്പോഴും അദ്ദേഹം പറയുന്നു, ഞാൻ എൻ്റെ ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും എൻ്റെ വാപ്പയും ഉമ്മയും ഒന്നും പറയില്ല എന്ന് വാപ്പയുടെ നെഞ്ചിലെ ചൂട് പറ്റി ആ 13-ാമത്തെ വയസ്സിൽ വിഷമിച്ചുകൊണ്ട് പാതിരാത്രി സമയത്ത് ഒരു തീരുമാനമെടുത്തു. സുബ്ഹാനല്ലാഹ്, ആ തീരുമാനം കൈക്കൊണ്ട് അദ്ദേഹം പിന്നീട് വാപ്പാടെയും ഉമ്മാടെയും പൊരുത്തം കിട്ടി മുന്നോട്ട് നയിച്ചു. സഹോദരങ്ങളെ, ഇന്ത്യ ചരിത്രത്തിൽ എത്രയോ ആളുകൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. പ്രധാനമന്ത്രിമാർ, രാഷ്ട്രപതിമാർ, എത്ര ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഒരാൾക്ക് പോലും എതിർപ്പില്ലാതെ കഴിഞ്ഞുപോയ രാഷ്ട്രപതിയായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം. 5 വർഷം വളരെ മനോഹരമായി ഇന്ത്യയെ നയിച്ചു. ദ അയൺ മാൻ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു. തമിഴ്നാടിലെ ചെറിയ കുഗ്രാമമാകുന്ന രാമേശ്വരം എന്ന് പറയുന്ന ചെറിയ ഗ്രാമത്തിൽ നിന്ന് അദ്ദേഹം എത്തിച്ചേർന്നത് ഇന്ത്യയുടെ മഹനീയമാകുന്ന ഉന്നതമായ പദവിയിലേക്ക്, പ്രസിഡന്റ് എന്ന് പറയുന്ന ഉന്നതമായ പദവിയിലേക്കാണ് എന്ന് മനസ്സിലാക്കണം. അദ്ദേഹം പറയുന്നു, ഞാൻ ഈ ഒരു ഉയർച്ചയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ കാരണക്കാർ എൻ്റെ മാതാപിതാക്കളാണ്. ഇതൊക്കെ അറിയണം സഹോദരങ്ങളെ. ഇതൊക്കെ കേവലം പുസ്തകത്താളിൽ മാത്രം കടന്നാൽ പോരാ. ഇന്നത്തെ തലമുറ നല്ലതുപോലെ മനസ്സിലാക്കിയെടുക്കണം. നമ്മളൊക്കെ വലിയ ഉയർച്ച ആഗ്രഹിക്കുന്നവരാണ്. അള്ളാഹു നമുക്കൊക്കെ ഉയർച്ച നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾക്കും വലിയ ഉയർച്ച ആഗ്രഹിക്കുന്നവരാണ്. എങ്കിൽ മനസ്സിലാക്കിയ എല്ലാ ഉയർച്ചയ്ക്കും നിദാനം നമ്മുടെ മാതാവും പിതാവുമാണ്. അവരുടെ പ്രാർത്ഥനകൾ കൊണ്ട് എത്തിയെടുത്താണ് നമ്മൾ ഇപ്പോഴുള്ളത്. അള്ളാഹു കൂടുതൽ ഉയർച്ച നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്ന് മരണപ്പെട്ടുപോയ മാതാപിതാക്കളുടെ ദറജ അള്ളാഹു ഉയർത്തുമാറാവട്ടെ. ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ. ആ വാപ്പയുടെ ഉമ്മയുടെ മുഖമൊന്ന് കൊണ്ടുവരും മനസ്സിലേക്ക്. ഓരോ പള്ളിയുടെ ഖബർസ്ഥാനിൽ ഇന്ന് അവർ അന്ത്യവിശ്രമം ചെയ്യാൻ ജീവിച്ചിരിക്കുന്നതായ മാതാപിതാക്കൾക്ക് വേണ്ട ഖിദ്മത്തെടുക്കൻ മക്കളെ. മരണപ്പെട്ടുപോയവരെ ഓർത്ത് ഇന്ന് പലരും നെടുവീർപ്പെടുകയാണ്. എന്റെ കൺമുന്നിൽ തന്നെ പലരുടെയും കണ്ണുകൾ നിറയുന്നതായി എനിക്ക് കാണാം. അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ദറജ ഉയർത്തുമാറാവട്ടെ. ഇന്ന് വാപ്പയും ഉമ്മയും ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും അവരെ കൊണ്ട് പൊരുത്തപ്പെടിക്കുകയും അവർക്ക് വേണ്ടുന്നത് ചെയ്തു കൊടുക്കാനുള്ള സൗകര്യങ്ങളും അല്ലാഹു ഇന്ന് നമുക്ക് നൽകിയിട്ടുണ്ട്. ഇന്ന് ഈ മജ്‌ലിസ് പിരിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ സുഭിക്ഷമാകുന്ന ആഹാരം വേണമെന്ന് വാപ്പയും ഉമ്മയും ആവശ്യപ്പെട്ടാൽ ഈ രാത്രിയിൽ തന്നെ ഒരു ആടിനെ അറുത്ത് മനോഹരമായി ബിരിയാണി വെച്ചു കൊടുക്കാനും ഉള്ളൊരു സൗകര്യം അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എങ്കിൽ അതൊക്കെ കിട്ടാനുള്ള കാരണം നിങ്ങളുടെ വാപ്പയും ഉമ്മയുമാണ്. അത് തിരിച്ചറിയണം. ആ തിരിച്ചറിവാണ് ജീവിതത്തിൽ ഏറ്റവും വലുത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഞങ്ങളുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നസീബാക്കണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹറുഹുമാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, മാതാവിനെയും പിതാവിനെയും നിന്റെ അടുക്കൽ എത്തിച്ചാൽ വളരെ സ്നേഹത്തോടുകൂടി അവരോട് പെരുമാറണേ. മോശമാകുന്ന ഒരു വാക്കുകൊണ്ട് പോലും അവരെ നോവിക്കരുതേ. വലാ തൻഹറുഹുമാ. അവരെ ആട്ടരുതേ, വിരട്ടരുതേ, പ്രയാസപ്പെടുത്തരുതേ. وقل لهما قولا كريما.
മാതാവിനോടും പിതാവിനോടും രണ്ടുപേരോടും മാന്യമായ ഭാഷണം നടത്തണേ. മോശമാകുന്ന ഒരു വാക്ക് പോലും നിന്റെ ജീവിതത്തിൽ അവരോട് പറയാൻ പാടില്ല. ഒരു പെരുമാറ്റം പോലും അവരോട് ഉണ്ടാവാൻ പാടില്ല. അവരുടെ മുന്നിലൂടെ നടക്കുക പോലും അരുതേ. അവരിയ്ക്കുന്നതായ ഒരു മജ്‌ലിസിൽ അനാവശ്യമായി അവരുടെ മുന്നിൽ കയറി നടക്കരുതേ, ഇരിക്കരുതേ. അനാവശ്യമായി അവർക്ക് മുന്നേ സംസാരിക്കരുതേ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസവിധത്തിലേക്ക് ഒരു മനുഷ്യൻ നടന്നു വരുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പിറകിലൂടെ വാപ്പ നടന്നു വരുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ആ ചെറുപ്പക്കാരനോട് ചോദിക്കുകയാണ്, ആരാണ് പൊന്നുമോനെ നിന്റെ പിറകിലൂടെ നടന്നു വരുന്നത്? അതാ അബീ യാ റസൂലല്ലാഹ്, ഇതെന്റെ വാപ്പയാണ് ഹബീബേ. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആത്മീയമാകുന്ന അറിവ് ആ പ്രിയപ്പെട്ടതാകുന്ന മകന്റെ ഹൃദയത്തിലേക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അല്ല, നമുക്ക് അല്ലാഹു പഠിപ്പിച്ചു നൽകുകയാണ്. റസൂലുള്ള പറയുകയാണ്, പൊന്നുമോനെ പൊന്നുമോനെ, നീ നിന്റെ വാപ്പയുടെ മുന്നിലൂടെ നടക്കല്ലേ നടക്കല്ലേ. ലാ തംശി അമാമഹു വലാ തഖൂദ് ഖബ്ല ഖൂദിഹി. വാപ്പ ഇരിക്കുന്നതിന് മുമ്പ് ഒരു മജ്‌ലിസിൽ കയറി ഇരിക്കല്ലേ ഇരിക്കല്ലേ. വാപ്പ നടക്കുന്ന മുന്നിലൂടെ നടക്കല്ലേ നടക്കല്ലേ. മാതാപിതാക്കളെ ഗൗനിക്കണേ, അവർ നിസ്സാരരല്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. വാപ്പയും ഉമ്മയും ഇരിക്കുന്ന ഒരു മജ്‌ലിസിൽ അവർ സംസാരിക്കുന്നതിനിടയിൽ കയറിക്കൊണ്ട് സംസാരിച്ച് അവരുടെ ഗുരുത്തക്കേട് വാങ്ങിവെക്കല്ലേ വാങ്ങിവെക്കല്ലേ. ആദരവായ പ്രവാചകന്റെ അധ്യാപനമാണ്. ഇന്നത്തെ തലമുറ ശ്രദ്ധിക്കുന്നുണ്ടോ ശ്രദ്ധിക്കുന്നുണ്ടോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. മാന്യമായ ഭാഷണമല്ലാതെ മോശപ്പെട്ടതാകുന്ന ഒരു സംസാരം നിന്റെ നാവിൽ നിന്ന് മാതാവിനോടോ പിതാവിനോടോ ഉണ്ടാവാൻ പാടില്ല. തീർന്നില്ല തീർന്നില്ല. വഖ്ഫിദ് ലഹുമാ ജനാഹൽ ദുല്ലി മിനർ റഹ്മാ. കാരുണ്യത്തിന്റെ ചിറക് നിന്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും നീ വിരിച്ചു കൊടുക്കൽ നിർബന്ധമാണ്. സുബ്ഹാനല്ലാഹ്. 2023 നിലകൊള്ളുന്ന ചെറുപ്പക്കാരെ, സഹോദരിമാരെ, മാതാപിതാക്കളെ തൃണവൽഗണിക്കുന്നവരെ, അവരെ അവഗണിക്കുന്നതായ ആളുകളില്ലേ? അവരെ വൃദ്ധസദനങ്ങളിലേക്ക് തള്ളിവിടുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്. അവരെ ഗൗനിക്കാതെ പോകുന്ന എത്രയോ മുസ്ലിം സഹോദര സഹോദരിമാരുണ്ട്. കല്യാണം കഴിഞ്ഞതാകുന്ന പൊന്നുമോട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഉമ്മയോട് ഉപ്പയോട് സിനിമയും സീരിയലും കണ്ടുകൊണ്ട് അത്തരത്തിലുള്ള പ്രവണതകൾ അമ്മായിമ്മ പോരുണ്ടാക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തുന്നവരില്ലേ? പാടില്ല പൊന്നുമോളെ, ചെയ്യരുത് സഹോദര. നിനക്ക് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഉമ്മയും ഉപ്പയും നിന്റെ സ്വന്തം മാതാപിതാക്കളാണെന്നുള്ള തിരിച്ചറിവ് പൊന്നുമോളെ നിനക്കുണ്ടാവണേ. അള്ളാഹുവിന്റെ ദീൻ അത്തരത്തിലാണ് പഠിപ്പിക്കുന്നത്. ഏതെങ്കിലും സിനിമാ നടന്മാരുടെയോ സിനിമാ നടിമാരുടെയോ ഏതെങ്കിലും സീരിയൽ നടിമാരുടെയോ അഭിനയത്തിന്റെ മികവ് കണ്ട് അവർ പഠിപ്പിക്കുന്ന സീരിയലിന്റെ ആശയം നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരരുതേ കൊണ്ടുവരരുതേ. ജീവിതം നിസ്സാരമല്ല നിസ്സാരമല്ല. അത് ഹൈറായ നിലയ്ക്ക് ജീവിച്ച് തീർക്കേണ്ടവളാണ് നീ. മോശപ്പെട്ട തലത്തിലേക്ക് നിന്റെ നാവിനെ കൊണ്ടുപോകരുത്, നിന്റെ കൈകളെ കൊണ്ടുപോകരുത്, നിന്റെ നോട്ടം കൊണ്ടുപോകരുത്. ഒരു നോട്ടം കൊണ്ടുപോലും മാതാവിനെയും പിതാവിനെയും നീ വേദനിപ്പിക്കരുതേ. പരിശുദ്ധ പ്രവാചകന്റെ അധ്യാപനമാണ് അധ്യാപനമാണ്. വഖ്ഫിദ് ലഹുമാ ജനാഹൽ ദുല്ലി മിനർ റഹ്മാ. കാരുണ്യത്തിന്റെ ചിറക് മാതാവിനും പിതാവിനും നീ വിരിച്ചു കൊടുക്കണേ. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഖുർആൻ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തുകയാണ്, മുഫസ്സിരീങ്ങൾ പറയുകയാണ്, അഥവാ ഒരു യജമാനന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരടിമയെ പോലെ വിനയത്തോടുകൂടി നീ നിലകൊള്ളണേ വാപ്പയുടെയും ഉമ്മയുടെയും മുന്നിലെന്ന് പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ. എത്രമാത്രം മനോഹരമായ വിശദീകരണമാണ് നൽകുന്നത്.
വലിയ തൊഴിലാളിയായ പരുക്കനായ യജമാനന്റെ കീഴിൽ ജോലി ചെയ്യുന്ന തൊഴിലാളി, ഒരു പാവപ്പെട്ട ദാസനില്ലയോ അടിമയില്ലയോ, അവനെ പോലെ വിനയത്തോടു കൂടി വേണം വാപ്പയോടും ഉമ്മയോടും പെരുമാറാൻ, അവരുടെ മുന്നിൽ നിലകൊള്ളാൻ, അവരോട് സംസാരിക്കാനെന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തുകയാണ്. തീർന്നില്ല. അഞ്ചാമതായി ഖുർആൻ നിനക്ക് നൽകുന്ന പ്രഖ്യാപനം പടച്ച റബ്ബിന്റെ വിധിയാണ്, അല്ലാഹുവിന്റെ വിധിയാണ്. നിന്റെ സംരക്ഷകനായ സർവാധിപതിയായ സർവലോക സൃഷ്ടിപ്പിന് സംഹാരകർത്താവായ ഈ ലോകത്തുള്ള സർവ്വജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവനായ അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ചതാകുന്ന വിധിയാണ്. ഈ വിധിക്ക് മീതെ ഒരു വിധി പറയാൻ ലോകത്ത് ഒരു ജഡ്ജിയില്ല, ലോകത്തൊരു സൃഷ്ടിക്കും സാധ്യമല്ല. കാരണം സൃഷ്ടാവായ അല്ലാഹുവിന്റെ വിധിയാണ്, അത് കൽപ്പനയാണ്, ശാസനയാണ്, അത് ജീവിതത്തിൽ കൊണ്ടു നടത്തൽ നിർബന്ധമാണ്. വാപ്പയ്ക്കും ഉമ്മയ്ക്കും നീ ദുആ ചെയ്തുകൊണ്ട് നിലകൊള്ളണേ. വഖുർ റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സഗീറാ. മാതാവിനും പിതാവിനും വേണ്ടി ഗുണം ചെയ്യണേ, അവർക്ക് വേണ്ടി ഖിദ്മത്ത് എടുക്കണേ എന്ന് പറയുക മാത്രമല്ല, 5 വഖത്ത് നമസ്കാരങ്ങൾക്ക് പിന്നിലും നീ മാതാവിനും പിതാവിനും ഗുണം ചെയ്യണേ, അവർക്ക് നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. അല്ലാഹുവേ, ചെറുപ്പത്തിൽ എന്നെ പരിപാലിച്ചതിന് വേണ്ടി അവർക്ക് അനുകൂലമായ നിലയിലുള്ള പരിപാലനം നീ നൽകണേ അല്ലാ. അവർക്ക് ഖൈറ് കൊടുക്കണേ അല്ലാ, അവർക്ക് കരുണ ചൊരിയണേ നാഥാ എന്ന മക്കള് ദുആ ചെയ്തുകൊണ്ട് നിലകൊള്ളണേ എന്ന് പരിശുദ്ധമായ ഖുർആൻ. ആരാണ് മുസ്ലിമേ ഈ കൽപ്പന ശ്രദ്ധിക്കുന്നത്? ഏത് സഹോദരനാണ് ഈ കൽപ്പനകൾ ശ്രദ്ധിച്ചിട്ടുള്ളത്? പ്രിയപ്പെട്ട പുകയൂർ ഒരുമിച്ച് കൂടിയ മുസ്ലിമേ, മുസ്ലിമത്തേ, മാതാപിതാക്കളെ ശാസിച്ചവരില്ലേ, അവരെ തൃണവൽഗണിച്ചവരില്ലേ, വാപ്പയോട് ശാസനയുടെ മുറകൾ പറഞ്ഞവരില്ലേ, ഭർത്താവിന്റെ വാപ്പ കിടന്ന് മൂത്രമൊഴിച്ചതിന്റെ പേരിൽ ആ ഭർത്താവിന്റെ ഉപ്പയോട് മോശമാകുന്ന വർത്തമാനം പറഞ്ഞ മരുമക്കളില്ലേ, വീടിന്റെ പുറത്തിറക്കി നിർത്തിയവരില്ലേ, സ്വന്തം ഉമ്മയെന്ന് കാണുന്നത് പോലെ ഭർത്താവിന്റെ ഉമ്മയെ കാണേണ്ടതിന് പകരം ആ മാതാവിനോട് തട്ടിക്കയറി സംസാരിച്ചവരില്ലേ, മോശപ്പെട്ട ചീത്തയുടെ വാക്കുകൾ പറഞ്ഞവരില്ലേ, എന്റെ ഭർത്താവ് കൊണ്ടുവരുന്ന ഭക്ഷണമല്ലേ നിങ്ങളെ കഴിക്കുന്നതെന്ന് പറഞ്ഞ് ഉമ്മയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ച മക്കളില്ലേ? നഊദു ബില്ലാഹ്. അല്ല പറയുന്ന ഒരു മോശമാകുന്ന വർത്തമാനം പറയരുതെന്ന് മാത്രമല്ല, കാരുണ്യത്തിന്റെ ചിറകുകൾ വിരിച്ചു കൊടുക്കുകയും അവർക്ക് എപ്പോഴും ഖിദ്മത്ത് എടുത്ത് നിലകൊള്ളുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിലകൊള്ളുകയും ചെയ്യണേ. അപ്പോഴാണ് യഥാർത്ഥ മുഅ്മിനാകുക, റബ്ബിന്റെ കൽപ്പനകളെ ശിരസാവഹിച്ചവനാകുക എന്ന് പരിശുദ്ധമായ ഖുർആൻ. എത്രയെത്ര ആളുകളാണ് മാതാപിതാക്കളെ തൃണവൽഗണിച്ചു പോയവർ. ഈ കൊച്ചു കേരളത്തിൽ 728 വൃദ്ധസദനങ്ങളുണ്ടത്രേ. നഊദു ബില്ലാഹ്. ഇന്ത്യ രാജ്യത്ത് 728 വൃദ്ധസദനങ്ങളാണ് ടോട്ടലായിട്ടുള്ളത്. അതിൽ തന്നെ 565 വൃദ്ധസദനങ്ങൾ നിലകൊള്ളുന്നതും ഈ കൊച്ചു കേരളത്തിലാണ്. നഊദു ബില്ലാഹ്. എന്താണ് വൃദ്ധസദനങ്ങൾ? മാതാപിതാക്കളെ കൊണ്ടുപോയി ചേർക്കുകയാണ്. LKG കുട്ടികളെ സ്കൂളിലേക്ക് ചേർക്കുന്നത് പോലെ മാതാപിതാക്കളെ മക്കള് കൊണ്ടുപോയി അഴിച്ചു വിടുകയാണ്, അവരെ കൊണ്ടുപോയി ചേർക്കുകയാണ്. അങ്ങനത്തെ വൃദ്ധസദനങ്ങൾ ആർക്കും വേണ്ടാത്ത 10,500 പരം മാതാപിതാക്കൾ ഈ കൊച്ചു കേരളത്തിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ഭാഗങ്ങളിലായി 565 വൃദ്ധസദനങ്ങളിലായി കെട്ടിക്കിടക്കുകയാണ്. ഇന്ത്യയിൽ ടോട്ടലായി 728 വൃദ്ധസദനങ്ങളാണുള്ളതെങ്കിൽ അതിൽ തന്നെ 565 നിലകൊള്ളുന്നത് സംസ്കാരത്തിന്റെ സമുന്നതമായ പദവി അലങ്കരിക്കുന്നവരെന്ന് അവകാശപ്പെടുന്ന ഈ കൊച്ചു കേരളത്തിലേതാകുന്ന ആളുകളാണെന്ന് പറയുമ്പോ, വിദ്യാഭ്യാസ വിദഗ്ധരെന്ന് അവകാശപ്പെടുന്ന ഈ കേരളത്തിലെ മക്കളാണ് എന്ന് പറയുമ്പോ, എത്രയോ മോശപ്പെട്ട അവസ്ഥയിലേക്ക് നമ്മുടെ തലമുറകൾ മാറിയിരിക്കുന്നു. 728 വൃദ്ധസദനങ്ങളാണ് ഇന്ത്യയിൽ ടോട്ടലായിട്ടുള്ളത്. അതിൽ 565 എവിടെയാണ്? കേരളത്തിൽ. അല്ലാഹു നമ്മളെ കാക്കട്ടെ.